വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മളെ ഒരുപോലെ വലയ്ക്കുന്ന ഒരു പ്രോബ്ലമാണ് ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ ഫംഗസ് പൂപ്പൽബാധ. എങ്ങനെയാണ് നമുക്ക് ഈ ഫംഗസ് ഇൻഫെക്ഷനെ തടയാനായിട്ട് സാധിക്കും? ഏറ്റവും പ്രധാനമായിട്ട് ഫംഗസ് അണുബാധയുള്ള ഒരാൾ അമിതമായിട്ട് ബോഡി സ്ക്രാച്ച് ചെയ്ത് ഇൻഫെക്ഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയുക. അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ അവിടെ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡറി അണുബാധ അഥവാ സെക്കൻഡറി ഇൻഫെക്ഷന് കാരണമായി വരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹെലീന പീറ്റർ, അടൂർ റിഹ സ്കിൻ കെയർ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മളെ ഒരുപോലെ വലയ്ക്കുന്ന ഒരു പ്രോബ്ലമാണ് ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ ഫംഗസ് പൂപ്പൽബാധ. എങ്ങനെയാണ് നമുക്ക് ഈ ഫംഗസ് ഇൻഫെക്ഷനെ തടയാനായിട്ട് സാധിക്കുക? ഒന്ന്, വ്യക്തി ശുചിത്വം. ദിവസവും ഒന്നിലധികം തവണ കുളിക്കാനായി ശ്രദ്ധിക്കണം. കുളിച്ചു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് വൈപ്പ് ചെയ്ത് ഡ്രൈ ആയി സൂക്ഷിക്കുക. പൂർണ്ണമായി ശരീരത്തിന്റെ ഇടുക്കും മടക്കു ഭാഗങ്ങളും എല്ലാം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഡ്രസ്സ് എടുത്ത് ഇടാനായിട്ട് പാടുള്ളൂ. രാത്രി സമയത്ത്, പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത്, ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വസ്ത്രങ്ങൾ നന്നായി കഴുകി വെയിലത്ത് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷൂസ് സ്ഥിരമായി ധരിക്കുന്നവരാണെങ്കിൽ ഷൂസിനുള്ളിലുള്ള ഹ്യൂമിഡിറ്റി കളയാനായിട്ട് അത് തുറസായ സ്ഥലത്ത് വെച്ച് അതിന്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഫംഗസ് അണുബാധയുള്ള ഒരാൾ അമിതമായിട്ട് ബോഡി സ്ക്രാച്ച് ചെയ്ത് ഇൻഫെക്ഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയുക. അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ അവിടെ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡറി അണുബാധ അഥവാ സെക്കൻഡറി ഇൻഫെക്ഷന് കാരണമായി വരാം. നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സോക്സ്, ടവല് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തിട്ട് അസുഖം കൂടുതൽ സ്പ്രെഡ് ആവാനുള്ള ഇട വരുത്താതിരിക്കുക. ഫംഗസ് അണുബാധയെ നമ്മൾ തടയാനുള്ള മാക്സിമം മെഷേഴ്സ് എടുത്തിട്ടും നമ്മുടെ ഉള്ളിൽ ഫംഗൽ ഇൻഫെക്ഷൻ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫംഗൽ ഇൻഫെക്ഷന്റെ കോഴ്സ് പൂർണ്ണമായി പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇറഗുലർ ട്രീറ്റ്മെന്റ് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില വ്യക്തികളിൽ ട്രീറ്റ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് പൂർത്തീകരിച്ചാലും എല്ലാവിധ ഹൈജീനിക് മെഷേഴ്സ് ഫോളോ ചെയ്താലും ഫംഗൽ ഇൻഫെക്ഷൻ നിലനിൽക്കുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതിനും നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കുക. ചിലർക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഫംഗൽ കൾച്ചർ ചെയ്ത് അതിന്റെ കൃത്യമായ കാരണം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു ചിലരിൽ ചില പ്രത്യേക ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ചിലർ പ്രത്യേക ചികിത്സകളായ ഇമ്മ്യൂണോ സപ്രസൻസിലായിരിക്കാം, ചിലർ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളിൽ ഫംഗൽ ഇൻഫെക്ഷൻ നിരന്തരം വന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഡെർമറ്റോളജിസ്റ്റുമായിട്ട് ഷെയർ ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. താങ്ക് യു. Reha Skin Care Hospital.